സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഈ ദിവസത്തിലെ വചനചിന്തയ്ക്കായി 16-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുന്നു. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും തികഞ്ഞ ആശ്രയബോധവും വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്ന വാക്കുകളിലൂടെ ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത സങ്കീർത്തനക്കാരന്റെ വ്യക്തമായ ചിത്രമാണ് തെളിഞ്ഞു വരുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്നാണ്. ദൈവത്തോടുള്ള ബന്ധം വളരെ ആഴമായ തലത്തിലേക്ക് നീങ്ങിയ ഒരാൾക്ക് മാത്രമേ ഇത്തരം ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്താനാകൂ. നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇതിന് സമാനമായ ആഴത്തിലുള്ളതായ ഒരു ബന്ധത്തിലേക്ക് നാം വളരണമെന്നാണ്. ദൈവത്തിന്റെ കർതൃത്വം ജീവിതത്തിൽ പൂർണ്ണമായി സ്വീകരിച്ച സങ്കീർത്തനക്കാരന് താൻ ദൈവത്തിന്റെ ദാസനാണെന്നും അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏതവസ്ഥയിലും താൻ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണെന്നുമുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഇങ്ങനെ വ്യക്തമായ ദൈവദർശനമുള്ള വ്യക്തി ഏത് കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ചഞ്ചലചിത്തനാകയില്ല. ആ വ്യക്തിക്ക് ധൈര്യമായി പറയാനാകും, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ദൈവത്തിൽ ആശ്രയിച്ച് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാം, ദൈവം നമ്മുടെ ശരണം, ദൈവം ഒഴികെ നമുക്കൊരു നന്മയുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ കർത്താവാകുന്നു, അങ്ങൊഴികെ ഞങ്ങൾക്കൊരു നന്മയുമില്ല. അങ്ങയെ എപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേട്ടതിനാൽ നന്ദി. ആമേൻ. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ ദൈവവചനം എന്നും ശ്രവിപ്പാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും